ആറ്റുകാൽ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി ഇന്ന് നിരവധി വീട്ടമ്മമാരാണ് പ്രതിഷേധിച്ചത്. ആറ്റുകാൽ കുരിയാത്തി മേഖല തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമാണ്. ഇവിടെ കുടിവെള്ളം ലഭിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് പ്രദേശവാസികൾ കടന്നുപോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ ആറ്റുകാൽ, വട്ടവിള, പുതുനഗരം, തേരകം, MSK നഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് പ്രതിസന്ധം. ആഴ്ചകൾ കഴിഞ്ഞു വെള്ളം ലഭിച്ചിട്ട്. വാട്ടർ അതോറിറ്റി പമ്പിംഗ് നടത്തുന്നില്ലെന്നാണ് പരാതി. വട്ടവിളാകത്താണ് താമസിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് വെള്ളം വരുന്നില്ല. രാത്രി 3 മണിക്ക് വരും, ഒരു മണിക്കൂർ നിൽക്കും, അത് ദൂരെ പോലെ പോകും. അങ്ങനെ വന്നും പോയി ഉള്ള കണ്ടീഷനിൽ നിൽക്കുന്ന വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. പ്രായമുള്ളവരുണ്ട്, നടക്കാൻ പറ്റാത്തവരും ആൾക്കാരുണ്ട്. അതിനുള്ളൊരു പരിഹാരം കാണണമെന്ന് ഞാൻ പറയാണ്. കുറഞ്ഞ ഒരു 6 മാസത്തിന് ഇപ്പുറത്തോട്ട് വെള്ളം ഇല്ല. ഇപ്പോൾ ഒരു 3 ദിവസത്തിന് മുമ്പ് ഒരു ദിവസം നല്ല സ്പീഡായിട്ട് വെള്ളം വന്നു. ആ വെള്ളം ഇപ്പോൾ 2 ദിവസം കൊണ്ട് കാണാനില്ല. ആ വെള്ളം എങ്ങോട്ട് പോയി നടന്നിട്ടാ. ഒരാടില്ലെങ്കിൽ ആ വീട്ടിൽ 1000 രൂപ ബില്ല് എഴുതി വരും. എൻ്റെ വീട്ടിൽ ഞങ്ങൾ കഥ പൂട്ടി പുറത്തിറങ്ങി ഹസ്ബൻഡ് പറയുന്നത് ഞാൻ തുറന്നു തരാം, എനിക്ക് പറ്റൂല, ഞാൻ അപ്പുറത്തെ വീട് എഴുതി കഴിഞ്ഞു, ഇപ്പുറത്തെ വീട് വരാൻ പറ്റൂല. ബില്ല് നോക്കിയാൽ ബില്ല് 700 രൂപ. എൻ്റെ ഹസ്ബൻഡ് വന്ന് വാട്ടർ അതോറിറ്റിയിൽ വന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് അടുത്ത ബില്ല് വരപ്പോൾ അത് കുറഞ്ഞു വരും, നിങ്ങൾ അക്കൗണ്ട് ഇവിടെ കിടക്കും. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ അക്കൗണ്ട് ചെയ്യണമെങ്കിൽ പിന്നെ വീട്ടിൽ വെള്ളം എടുക്കേണ്ട കാര്യമില്ലല്ലോ. പുറത്തുനിന്ന് പണം നൽകി വെള്ളം വാങ്ങിയാണ് പ്രദേശവാസികൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. തിട്ടക്കുടിയിൽ വെള്ളം വന്നിട്ട് ഒരുപാട് ദിവസമായി, വെള്ളം വരുന്നില്ല, ജോലി പോകാൻ പറ്റുന്നില്ല. ആ തിട്ടക്കുടി താഴെ ഭാഗം വരെ വെള്ളമുണ്ട്, എന്നിട്ട് സർവീസ് പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്, മുകളിൽ വരുന്നില്ല. ഞങ്ങൾ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ കൗൺസിലർ വിളിച്ച് പറഞ്ഞു, കൗൺസിലർ വന്നു നോക്കി, ഇവിടുത്തെ ഒരു ഓവർസിയർ അമലം വന്ന് നോക്കിയിട്ട് വെള്ളമില്ല. വെള്ളം കിട്ടിയില്ല, വലിയ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പം പബ്ലിക് പൈപ്പ് ഇവർ ക്ലോസ് ചെയ്തു. അപ്പോൾ പബ്ലിക് റോഡിലൊക്കെ ഇരിക്കുന്ന പൈപ്പിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റത്തില്ല, ആ പൈപ്പ് വേണ്ടേ. അപ്പോൾ ഇവർ എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇത് അന്ന് ജെയൊക്കെ വന്ന് നോക്കി ഉടനെ അതൊക്കെ വെള്ളം കൂടുതലായിട്ട് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കിട്ടുന്നില്ല. ഇപ്പം ഇന്നലെ മെനിയാന്നൊരു പയ്യൻ വന്നു, വെള്ളം കിട്ടുന്നുണ്ടോയെന്ന് കേട്ടു. ഇവിടെ പോളിസ് ഇല്ല, അത് വേറെ അങ്ങോട്ടൊക്കെ പോളിസ് കിട്ടുന്നു, ഇവിടെ എന്തുകൊണ്ട് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പയ്യൻ പറയുന്ന അടിയിൽ വല്ല ലീക്ക് ഉണ്ടോയെന്ന്. ഒരു ലീക്കും ഇല്ല, നേരാമണ്ണം ചെയ്താൽ കിട്ടും. പ്രതിസന്ധി രൂക്ഷമായതോടെ ആറ്റുകാൽ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ഒരു വർഷം അടുപ്പിച്ചാണ് ഇത് നാട്ടുകാരുടെ പ്രശ്നം. ഞങ്ങൾക്ക് നാട്ടിൽ ഇറങ്ങിയാൽ പറ്റുമോ? കൗൺസിലറോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രക്ഷയില്ല. അപ്പം ഞങ്ങൾക്ക് നാട്ടിൽ ഇറങ്ങിയാൽ പറ്റുമോ? ഇനിയിപ്പോൾ ഇതിലൊരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മൊത്തം 71 വീട്ടുകാരും ഇതിൻ്റെ പിറ്റേ തോന്നി. രണ്ട് ടി സി ഉണ്ടെങ്കിൽ അവർ കൊടുത്തു. ഉണ്ടല്ലോ ഇപ്പൊ. അടിയന്തര നടപടിയെടുക്കുമെന്ന ഉറപ്പിനെ തുടർന്നാണ് ഒടുവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഗതികെട്ട് നാട്ടുകാർ നിരവധി തവണ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു, ഫലമുണ്ടായില്ല. ഒടുവിൽ നാട്ടുകാർ നേരിട്ട് ഇവിടെ എത്തി പ്രതിഷേധമറിയിച്ചു. അപ്പോൾ ചില പ്രദേശങ്ങളിലെങ്കിലും ജലം ലഭിച്ചു തുടങ്ങി. ഇത് നേരിട്ട് ആയിക്കൂടെ എന്നുള്ളതാണ് പ്രതിഷേധക്കാർ തന്നെ ചോദിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.